പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്ത് ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എന്നെ ക്ഷണിച്ച പ്രിയ സജുബ്രതനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിമാർ ഇന്ന് ഓൺലൈനിൽ കൂടി വിവിധയിടങ്ങളിൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അകമഴിഞ്ഞ ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഭൂപരപ്പിൽ ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാത സമയം വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശുവിനെ ഉയർത്തുവാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ജീവിതത്തിൽ കർത്താവ് വേർതിരിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയമായി ഒരു വാക്യം വായിപ്പാനും ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. മീകാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് ഇന്ന് പകൽ വായിക്കപ്പെടുവാനിടയായത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനൊരു മുന്നേറ്റത്തിൻ്റെ കാരണമായി തീരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അവിടുന്ന് സഹായിക്കുമാറാകട്ടെ. സാക്ഷ്യവും വചനവും എന്ന ഈ പ്രോഗ്രാമിൽ എൻ്റെ അനുഭവങ്ങളും എനിക്ക് തന്ന ഈ വചനത്തിൽ കൂടി തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങളോട് പ്രസ്താവിപ്പാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. മീകാ പ്രവാചകൻ പറയുകയാണ്, ഞാനോ യഹോവയിലെ നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നോക്കും, കാത്തിരിക്കും, കേൾക്കും. മീകാ പ്രവാചകൻ്റെ ആ പുസ്തകം നമ്മൾ വായിക്കപ്പെടുമ്പോൾ ന്യായവിധിയെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ അതിനകത്ത് കാണപ്പെടുവാൻ കഴിയുന്നുണ്ട്. മീകാ ശക്തനായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവിക മനുഷ്യനായിരുന്നു. എന്നാൽ താൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദവാക്യത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടുമ്പോൾ നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നത് മീകാ മറ്റ് പല ഇടങ്ങളിലേക്കും നോക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ മറ്റ് പല ഇടങ്ങളിലേക്ക് നമ്മൾ നോക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമായി ചെയ്തെടുപ്പാൻ കഴിയത്തില്ല. യഹോവയെപ്പോലെ ആരുള്ളൂ എന്നാണ് മീകാ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഈ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ മറ്റു പല ഇടങ്ങളിലേക്ക് നോക്കപ്പെട്ടപ്പോൾ തനിക്ക് മാനസികമായി അസ്വസ്ഥത ഉണ്ടാകപ്പെടുവാനിടയായി. ആ മീകാ പ്രവചന പുസ്തകത്തെ 7-ാം അധ്യായം അതിൻ്റെ 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ താൻ എവിടെയൊക്കെയാണ് നോക്കിയത്, എന്തെല്ലാമാണ് താൻ കണ്ടത്, അതിനെന്തെല്ലാമാണ് താൻ അവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് തീർച്ചയായി കാണപ്പെടുവാൻ കഴിയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ 2-ാം വാക്യത്തിൽ, ഞാൻ ഭക്തന്മാരെ നോക്കുന്നു, ഭക്തന്മാരെ നശിച്ചു പോയിരിക്കുന്നു. 2 പറഞ്ഞിരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവരാരുമില്ല. 3-ാമത് തന്നിടവരെ സഹോദരന്മാരെ വല വെച്ച് പിടിക്കുവാൻ നോക്കുന്ന ഒരു പറ്റം ജനത്തെ, ജാഗ്രതയോട് ദോഷം പ്രവർത്തിക്കേണ്ടതിന് അതിലേക്ക് കൈ നീട്ടുന്ന ഒരു പറ്റം ജനത്തെ, പ്രഭുക്കന്മാരിലേക്ക് താൻ നോട്ടം തിരിക്കപ്പെടുവാനിടയാ. പ്രഭുക്കന്മാർ പ്രതിഫലം നോക്കപ്പെടുന്നു. ന്യായാധിപന്മാരിലേക്ക് താൻ നോക്കപ്പെടുവാനിടയായി. ന്യായാധിപന്മാർ പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദവാക്യം ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യായാധിപന്മാർ പ്രതിഫലം വാങ്ങി യഥാർത്ഥമായ ന്യായത്തെ മാറ്റിക്കളയുമ്പോൾ നാം ആരിലേക്കാണ് നോക്കപ്പെടേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഈ പ്രവാചകൻ ഇവിടെ വിളിച്ചു കാണിക്കപ്പെടുവാൻ. മഹാന്മാരെ നോക്കി മഹാന്മാരുടെ ഉള്ളിൽ എന്താണ് ദുരാഗ്രഹം അവർ പ്രസ്താവിക്കപ്പെടുവാനിടയാകുന്നു. അടുത്ത വാക്യം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉത്തമന്മാർ മുൾപടർപ്പ് പോലെയും നേരുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അത് വരുന്ന അടുത്ത 5-ാം വാക്യത്തിലേക്ക് കടന്നു വരിക, കൂട്ടുകാരനെ നോക്കിയപ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ വിശ്വസിപ്പാൻ കഴിയുന്ന ഒരു നല്ല കൂട്ടുകാരൻ ഇല്ല. അടുത്ത സ്നേഹിതന്മാരെ നോക്കി നല്ലൊരു സ്നേഹിതനെ ആശ്രയിപ്പാൻ കഴിയുന്നില്ല. വീണ്ടും പ്രവാചകൻ മുൻപോട്ട് പോയിക്കൊള്ളേണ്ടതാണ്. പിന്നെ തൻ്റെ ഭാര്യയിലേക്ക് നോക്കപ്പെടുവാനിടയായി. അവിടെ പറയുകയാണ്, അവിടെ കാത്തുകൊള്ളുക എന്ന് ഒരു വിശ്വസിപ്പാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് കടന്നു. പിന്നെ പറയണം, മകൻ, അപ്പൻ, ഭാര്യ, ഭർത്താവ്, മരുമക്കൾ, അമ്മായിമ്മ, ഈ ബന്ധത്തിലേക്കെല്ലാം നോക്കപ്പെടുവാൻ കഴിഞ്ഞപ്പോൾ
അവിടെയൊക്കെ അവൻ അസ്വസ്ഥനായി മാറപ്പെടുവാനിടയായി. അവസാനം പ്രവാചകൻ പറയുകയാണ്, ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കപ്പെടും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കുവാൻ നല്ലൊരു ഇടം കർത്താവിൻ്റെ മുഖം മാത്രമാണ്. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 5 വാക്യത്തിൽ എഴുതി, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. മനുഷ്യനിലേക്കോ പ്രഭുക്കന്മാരിലേക്കോ ന്യായാധിപന്മാരിലേക്കോ ഈ ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നോക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തളർന്ന് ക്ഷീണിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമായി ചെയ്തെടുപ്പാൻ കഴിയത്തില്ല. എന്നാൽ തളർന്നിരിക്കുന്ന ഒരു വ്യക്തി, വേദനപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അസ്വസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി, മുറിവേറ്റപ്പെട്ട ഒരു വ്യക്തി കർത്താവിലേക്ക് നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരു മുഖമാണ് ദൈവത്തിൻ്റെ മുഖമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വസിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു 34 അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവർ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഉറപ്പാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയാൽ നീ ലജ്ജിപ്പാൻ ഇടയാകത്തില്ല. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് ഒരു മനുഷ്യൻ നോക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ലജ്ജിച്ചിരിക്കുന്ന മേഖലകളിൽ അവൻ്റെ ലജ്ജയെ മാറ്റി അവനെ മാനിപ്പാൻ തക്കവണ്ണമുള്ള ഒരു മുഖമാണ് ദൈവത്തിൻ്റെ മുഖം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് അപമാനപ്പെട്ട് ഭാരപ്പെട്ട് ദുഃഖിതനായിരിക്കുന്നുവെങ്കിൽ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ നോക്കപ്പെടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മൾ സാധാരണ ഒരാളെ അല്ല നോക്കുന്നത്. അതാണ് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലോ ഇങ്ങനെ 1-2 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. അപ്പം നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? മനുഷ്യരെയാണ് നോക്കേണ്ടത്. മനുഷ്യനെ നമ്മൾ നോക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ട ബോധ്യമുള്ളൂ. പ്രമുഖന്മാരെയാണോ ന്യായാധിപന്മാരെയാണോ നമ്മൾ വീഴ്ച സംഭവിക്കപ്പെടുവാനിടയാകും. എന്നാൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് നിന്റെ നോട്ടം ദൈവത്തിലേക്ക് നീ നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പൂർത്തീകരണം വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായ ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവൻ. നീ ആരെ നോക്കുന്നത് ഇന്ന്? ക്രൈസ്തവൻ നമ്മൾ ഓരോരുത്തരും ആരെയാണ് നോക്കപ്പെടുന്നത്? വിശ്വാസത്തിൻ്റെ നായകനായ പൂർത്തി വരുത്തുന്ന യേശുവിനെ നീ നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ മാറ്റം വരുത്തുവാൻ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ, സകലത്തിനും പൂർത്തീകരണം വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നാം നോക്കപ്പെടുവാൻ തയ്യാറാകുക. ഇസ്രായേൽ ജനം മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് വഴിമധ്യേ വെച്ച് അവർ ചെങ്കടലിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അവർ പുറമോട്ട് തിരിഞ്ഞു നോക്കി അവർ മിസ്രയീമിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഭയപ്പെടുവാനിടയായി. ഏതെങ്കിലും വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പുറമോട്ട് നോക്കി ഭയപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് നിങ്ങളുടെ മുൻപാകെ ദൂതനെ അയച്ച് നിങ്ങളെ നടത്തുന്ന ദൈവത്തെ നിങ്ങൾ നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള ചെങ്കടലിനെ വിഭാഗിച്ച് വാഗ്ദത്ത കനാനിലേക്ക് നിങ്ങളെ എത്തിച്ചേർപ്പാൻ സർവശക്തനായ ദൈവം ശക്തനാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അവർ പുറമോട്ട് തിരിഞ്ഞ് അവർ മുൻപിൽ ദൂതനെ അയച്ചിരിക്കുന്നു, മേളിൽ മേഘസ്തംഭം, എല്ലാം അവർ മറന്നിട്ട് അവരുടെ പുറയിൽ അവരെ പിടിക്കുവാൻ വരുന്ന ശത്രുവിൻ്റെ സൈന്യത്തെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ആകുലരായി അസ്വസ്ഥരായി നിൽക്കപ്പെടുവാനിടയ. പലപ്പോഴും നമ്മൾ മുൻപിൽ നമ്മെ നടത്തുന്ന ആ ദൈവിക സാന്നിധ്യത്തെ വിട്ട് മറന്ന് നമ്മൾ മറ്റെന്തിലേക്ക് നോക്കപ്പെടുമ്പോൾ നമ്മുടെ മുൻപോട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ടുള്ള ചുവടുകൾക്ക് നമുക്ക് യഥാർത്ഥമായി മുൻപോട്ട് വെക്കപ്പെടുവാൻ കഴിയാതെ നമ്മൾ തളർന്നു പോകപ്പെടുവാനിടയാകും. അതുപോലെ തന്നെയാണ് നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് ചൂട് വെക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ അതുവരെ ആർത്തിരമ്പിക്കൊണ്ടിരുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും മുൻപാകെ അതിനെ ഭേദിച്ച് മുൻപോട്ട് പോകപ്പെടുവാൻ കഴിഞ്ഞു. യേശുവിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ, വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നതിനെ യേശുവിനെ നോക്കി അവൻ മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ അവൻ്റെ പ്രതിസന്ധികൾ അവൻ അനുകൂലമായി മാറപ്പെട്ട് അതിൽ കൂടി നടക്കപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയവിടെ, പ്രതിസന്ധികളില്ലെന്നല്ല, തിരമാലകളില്ലെന്നല്ല, ചെങ്കടകൾ ഹല്ലേലൂയ പ്രൈസിലെ കടൽത്തിരകൾ കടന്നു വരത്തില്ലെന്നല്ല, വരും. പക്ഷെങ്കിൽ നീ യേശുവിനെ നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ
മധ്യത്തിൽ കൂടി നിന്നെ സംരക്ഷിച്ച് നടത്തുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഇന്ന് ഈ പ്രഭാത സമയത്ത് നാം മനസ്സിലാക്കും. എത്ര പേര് ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നുണ്ട്? ആരെങ്കിലും എൻ്റെ ഈ മെസ്സേജ് കേട്ട് തളർന്നിരിക്കുന്നുവെങ്കിൽ, കാറ്റുകളെ ഓളങ്ങളെ കണ്ട് തളർന്ന് മുൻപോട്ട് പോകപ്പെടുവാൻ ചുവട് കഴിയാതെ അതിനെ നോക്കി തളർന്നിരിക്കുന്നുവെങ്കിൽ, അതിൻ്റെ മധ്യത്തിൽ കൈനീട്ടി നിന്നെ എഴുന്നേൽപ്പിച്ച് നിന്നെ നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം, നായകൻ നിന്റെ മുൻപിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ ഇന്ന് പകൽ ഓർത്ത് നീ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ കണ്ണുനീരിനെ തുടച്ച് നിന്റെ വേദനകളെ അകറ്റി നിന്നെ എത്തേണ്ട തുറമുഖത്ത് നിന്നെ എത്തിച്ചേർപ്പാൻ സർവശക്തനായ ദൈവം ശക്തനെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ ദൈവവചനത്തിൽ കൂടി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് പകൽ കർത്താവിൽ സന്തോഷിക്കുന്നുണ്ട്? അങ്ങനെ ഒരു ദൈവമാണ്, നിന്നെ കൈവിടുന്ന ദൈവമാണ്. നോക്കിക്കേ, ആ തിരമാലയിലേക്ക്, കൊടുങ്കാറ്റുകളിലേക്ക് നോക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ തളർന്ന് മുങ്ങിപ്പോകപ്പെടുവാൻ ഇടയായി. പക്ഷേ അവനെ മുക്കിക്കളയുവാനല്ല, പെട്ടെന്ന് ദൈവം അവിടെ അവനെ കൈ നീട്ടി മുങ്ങിപ്പോയ ഇടത്തുനിന്ന് പൊക്കിയെടുത്ത് ആ പടകിൽ ഇരുത്തപ്പെടുവാൻ ഇടയായെങ്കിൽ, ഇന്ന് പകൽ ആ കർത്താവാണ് നിന്റെ മുൻപിലുള്ളത്. ആ കർത്താവിലേക്ക് നീ നോക്കപ്പെടുവാൻ തയ്യാറാകും. അപ്പോൾ പ്രവാചകൻ പറ, ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കപ്പെടുവാൻ ഇടയാകും. ഇന്ന് ദൈവത്തെങ്കിലേക്ക് നോക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നീ മുങ്ങിപ്പോകുന്ന മേഖലകളിൽ നിന്നെ പൊക്കിയെടുത്ത് നടത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമാണ് നിന്റെ ദൈവം. പ്രൈസ്. സങ്കീർത്തനത്തിൽ വരെ ഞാൻ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, കൃപ ലഭിക്കുവോളം ഞാൻ അവങ്കിലേക്ക് നോക്കപ്പെടുവാനിടയാൽ. ഇന്നിപ്പോൾ അവൻ്റെ കൃപ പ്രാപിക്കാൻ നീ അവങ്കിലേക്ക് നോക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കൃപ പ്രാപിക്കാൻ അവങ്കിലേക്ക് നോക്കി ആരൊക്കെയാണ് അവർക്ക് കൃപ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് അവൻ മുൻപോട്ട് ചൂടുവെക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാത സമയത്ത് പ്രവാചകൻ പറയുന്നത് പോലെ ഞാനോ അവങ്കിലേക്ക് അവൻ ഉറപ്പിച്ചു പറയാണ്, ഇനി ചുറ്റുപാടിലേക്ക് നോക്കപ്പെടുവാൻ താൻ ഇടയാകുന്നില്ല. തീരുമാനമെടുത്ത് മുൻപോട്ട് ചൂടുവെപ്പാൻ ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കപ്പെടുവാൻ ഇടയാകും. യഹോവയെങ്കിലേക്ക് നീ നോക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ ലജ്ജിച്ചു പോകപ്പെടുവാൻ ഇടയായില്ല. ആരെയാണ് നീ നോക്കുന്നത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന ദൈവം. നിന്റെ വിഷയത്തിനകത്ത് പൂർത്തീകരണം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നീ നോക്കപ്പെടുവാൻ ഇടയാകുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് കടന്നു വരുമ്പോൾ പറയണേ, എൻ്റെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. അപ്പം ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യൻ അടുത്ത് പറയണം, ഞാൻ കാത്തിരിക്കും. അവൻ്റെ ഉറപ്പാണ്. കാരണം ഞാൻ കാത്തിരിക്കുന്ന ആ വിഷയത്തിനകത്ത് പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രവാചകൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇന്ന് പകൽ നാം മനസ്സിലാക്കുക, ദൈവത്തിങ്കിലേക്ക് നോക്കുവാനും കാത്തിരിക്കും. പലപ്പോഴും നമുക്ക് കാത്തിരിക്കുവാൻ വിഷയത്തിനകത്ത് നമുക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന യഹോവയെ കാത്തിരിക്കുന്നവരെന്ത് ചെയ്യാണ്? ശക്തിയെ പുതുക്കപ്പെടുവാനിടയാകും. നമുക്കറിയാം, ആ വാക്യം നമുക്കറിയാം. യഹോവയെ കാത്തിരിക്കുന്നവരെന്ത് ചെയ്യും? ശക്തിയെ പുതുക്കപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാത്തിരിക്കുവാൻ തയ്യാറാണോ? യശയ്യാപ്രവാചകൻ പറയുന്നത്, കാത്തിരിക്കുന്നവരെന്ത് ചെയ്യും? ശക്തിയെ പുതുക്കപ്പെടുവാനിടയാകും. അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് എന്തൊരു സംഭവിക്കപ്പെടുവാനിടയാകും? അവർ ശക്തിയെ പുതുക്കി അടുത്ത ഒരു തലത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഇടയാകുമെന്ന് തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതാണ് യശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ട്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, യൗവനക്കാർ ഇടറും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്, നാം ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് നമ്മുടെ ശക്തിയെ നാം പുതുക്കി വയാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് മൂവ് ചെയ്യപ്പെടുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെ കാത്തിരിക്കണം? ഒരു കഴുകൻ കാത്തിരിക്കുന്നവർ. അങ്ങനെ കഴുകൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, കയറും, പിന്നെ പറയാം ഓടും, പിന്നെ നടക്കപ്പെടുവാനിടയാകും. നമുക്ക് ഒരു കഴുകനെ പോലെ ചിറകടിച്ചു കയറപ്പെടുവാനിടയാകും. അപ്പോൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി പഴയതിനേക്കാൾ ഉപരിയായി അടുത്തൊരു മേഖലകളിലേക്ക് പ്രവേശിക്കപ്പെടുവാനിടയാകും. അടുത്ത വാക്യം പറയാൻ, അവൻ തളർന്നു പോകുകയല്ല. അപ്പോൾ കാത്തിരിക്കുന്നവ ഇന്നലെ തളർന്നിരുന്നുവെങ്കിൽ ആ തളർന്നു പോകാതെ പിന്നെയും അവൻ ഓടപ്പെടുവാനിടയാകും. പിന്നെ പറയാം, ക്ഷീണിച്ചു പോകാതെ അവൻ നടക്കുകയും ചെയ്യപ്പെടുവാനിട. അപ്പോൾ കയറും, ഓടും, നടക്കുവാനിടയാകും. അപ്പോൾ കാത്തിരിക്കുവാൻ അല്ലെങ്കിൽ തയ്യാറാണോ? ഇന്നലേക്കാൾ ഉപരിയായുള്ള ഒരു ആത്മീയ തലത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പിടിച്ചു കയറ്റപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്ത് എൻ്റെ ജീവിതത്തിനകത്ത് കാത്തിരുന്ന അനേക വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുവാനിടയായി. ഞങ്ങൾക്ക് തലമുറ ലഭിക്കത്തില്ലെന്ന് ഹല്ലേലൂയ സ്തോത്രം ലോക വൈദ്യന്മാർ പറയപ്പെടുവാനിടയായി.
ശരീരം അങ്ങനെ വിധിക്കപ്പെടുവാനിടയായി. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. ദൈവം ഞങ്ങൾക്ക് തലമുറകളെ തരാമെന്ന് പറയപ്പെടുവാനിടയായി. തലമുറയെ തരാപ്പെടുവാനിടയായ വാഗ്ദത്തം ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവിതത്തിനകത്ത് പ്രാപിക്കപ്പെടുവാൻ മുൻപിൽ അനവധി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരപ്പെടുവാനിടയായി. എന്നാൽ ആ പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി ക്ഷമയോട് കാത്തിരിക്കുവാൻ തയ്യാറായപ്പോൾ, തക്ക സമയമായപ്പോൾ പ്രതിസന്ധികളെ മുറിച്ചുകൊണ്ട് കാത്തിരുന്ന വിഷയത്തിനകത്ത് പരിഹാരം കണ്ട് സന്തോഷിപ്പാനിടയായി. നാം ഇന്ന് പകൽക്കാലം ക്ഷമയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിപ്പാൻ അബ്രഹാമിനെ പോലും നാം തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ആ തക്ക സമയത്ത് അവൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. റോമാലേഖനത്തിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനെ ആകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണപ്പെടുവാൻ കഴിയും. കാത്തിരിക്കുന്ന ഒരു മനുഷ്യന് എത്ര നാളാണ്? 25 വർഷം നാം ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ തനിക്കുറപ്പായിരുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദീർഘക്ഷമയോട് കാത്തിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ തയ്യാറാണ്. കാരണം തന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് അവൻ ഉറയ്ക്കുവാനിടയായി. അപ്പോൾ കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഉറയ്ക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, അവൻ തക്ക സമയത്ത് ഞാൻ കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് പ്രവർത്തിക്കപ്പെടുമെന്ന് ഉറയ്ക്കുക ഇന്ന് പകൽക്കാലം. എത്ര നാളായാലും ദൈവം ആരോടൊക്കെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എന്തെല്ലാം ആലോചനകൾ കൈമാറിയിട്ടുണ്ടോ അതെല്ലാം ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായി ഉറക്കണം. അതുകൊണ്ടാണ് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. നോക്കിക്കേ, കാത്തിരിക്കുന്നവൻ അവിശ്വാസത്താൽ സംശയിക്കുകയല്ല, വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെടുവാനിടയായി. എന്ത്? ദൈവം വാഗ്ദത്തം പറഞ്ഞത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവം വാഗ്ദത്തം ചെയ്ത വിഷയത്തിന്മേൽ പൂർത്തീകരണം വരുത്തുവാൻ ശക്തനെന്ന് ഉറയ്ക്കുക അബ്രഹാമിനെ പോലെ. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം നിങ്ങൾ നീണ്ടിരുന്നാലും ആ സമയത്തിനുള്ളിൽ ആ ദൈവീയ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുവാനിടയായി. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുവാൻ തയ്യാറായപ്പോൾ ലോക വൈദ്യന്മാർ പറഞ്ഞു നടക്കത്തില്ലെന്ന വിഷയത്തിനകത്ത് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ആ വാഗ്ദത്തങ്ങളെ കാണപ്പെടുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനോടനുബന്ധി എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുവാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് സെറിബെല്ലം മലേറിയ കടന്നു വന്നിട്ട് 7 ദിവസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകുമെന്ന് ലോക വൈദ്യന്മാർ വിധി എഴുതപ്പെടുവാൻ ഇടയായി. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അയക്കപ്പെടുവാനിടയായി. എൻ്റെ അന്ന് ആ അസുഖം വന്ന പ്രിയപ്പെട്ട പലരും ഞാൻ കിടന്ന ആ ഹോസ്പിറ്റലിൽ ലോകത്തിൽ നിന്നും മറ്റൊന്ന് മാറ്റപ്പെടുവാനിടയായി. എന്നാൽ എന്നോട് ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാണ്. പ്രൈസ്. എൻ്റെ മാതാപിതാക്കൾ എന്നോട് സ്തോത്രം ചെയ്യുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കപ്പെടുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഏത് രോഗത്തിനോ പ്രൈസലോ ഏത് പ്രതിസന്ധിക്കോ പ്രൈസലോ ദൈവത്തിൻ്റെ വാഗ്ദത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി മാറ്റപ്പെടുത്തുവാൻ ഒന്നിനും കഴിയത്തില്ല. അതിൻ്റെ പൂർത്തീകരണം വരെ ദൈവം നിന്നെ നടത്തപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വൈദ്യന്മാർ പലതും പറയപ്പെടുവാനിടയാകും. എന്നാൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി നീ ഉറയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ദൈവം അതിന്മേൽ പ്രവർത്തിക്കപ്പെടുവാനിടയായി. അപ്പം വിധി എഴുതി 7 ദിവസത്തിനുള്ളിൽ മരിക്കപ്പെടുമെന്ന് വിധി എഴുതുവാനിടയായി. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, മാതാപിതാക്കൾ കാത്തിരുന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്ത വിഷയം
വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുവാൻ തയ്യാറായപ്പോൾ പ്രൈസ് ദി ലോർഡ് ആ രോഗത്തിന്മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടുവാനും ഹല്ലേലൂയ കർത്താവ് ചില വൻ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ മേഖല വെളിപ്പെടുത്തുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ മുൻപിൽ പലതും ഹല്ലേലൂയ തടസ്സങ്ങളാണ്. ശരീരം നിർജീവമായി പോയി, സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. പക്ഷെങ്കിൽ താൻ കാത്തിരുന്നു. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അവൻ ചെയ്യുവാൻ ശക്തൻ. അവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. കാത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ പൂർണ്ണമായി ഉറയ്ക്കുക, പൂർണ്ണമായി ഉറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. സാറയുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ വഹിപ്പാനുള്ളതില്ല, തൻ്റെ ശരീരത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാനുള്ളതുമില്ല. പക്ഷെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ ആരാണെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. താൻ അതിനെ കാത്തിരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഇന്ന് എന്നെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട എത്ര പേർക്ക് അത് കഴിയും? എത്ര പേർക്ക് അത് കഴിയും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. മുൻപിലെല്ലാം തടസ്സങ്ങളാണ്, ഒരു വഴിയും കാണുന്നില്ല, മുൻപോട്ട് പോകപ്പെടുവാൻ കഴിയുന്നില്ല. എല്ലാം ശൂന്യതകളാണ്, എല്ലാം മരുഭൂമിയാണ്. പലരും നിന്ദിക്കുന്നു, പലരും അപമാനിക്കുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം നിന്നോട് പറഞ്ഞ ആലോചനകളെ മുറുകെ പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ തയ്യാറാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അനുദിനം എൻ്റെ ദൈവസഭ അത് അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവസഭയോട് ദൈവം വാഗ്ദത്തം പറഞ്ഞ ഓരോ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായപ്പോൾ ഞങ്ങളെ നോക്കി ഇന്നലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്തോത്രം ഇനി എഴുന്നേൽക്കത്തില്ല, ഒരു നന്മ കാണാൻ കഴിയപ്പെടത്തില്ലെന്ന് പിശാച് വെല്ലുവിളിച്ച മേഖലകളിൽ അവൻ്റെ മണ്ഡലങ്ങളിൽ മേൽ അറുതി വരുത്തിക്കൊണ്ട് ദൈവാത്മാവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ശത്രു നിന്നെ നോക്കി പറയും, നീ ഇനി എഴുന്നേൽക്കത്തില്ല, നീ ഒരു നന്മ കാണത്തില്ല, നിനക്കൊരു അവകാശം പ്രാപിപ്പാൻ കഴിയത്തില്ലെന്ന് ആർത്ത് അല്ലെങ്കിൽ ഹട്ടഹസിച്ച് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പരിഹസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ശത്രുവിന് വിളിച്ചു പറയത്തക്കവണ്ണ രീതിയിൽ എൻ്റെ ദൈവം അവൻ്റെ കരം ചലിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോടൊക്കെയോ ഈ വചനത്തിൽ കൂടി കേട്ടിരിക്കുന്നവരോട് ഞാൻ ദൈവാത്മാവിൽ ഒരു പ്രവചന ശബ്ദം ഇതിൽ നിന്ന് കൈമാറുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഈ ദൂതിനെ ഒന്ന് ഏറ്റെടുത്ത് ആമീൻ പറയപ്പെടുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. റീസ് മെൽഖനാഥര അടഗമന ഹസ്തുൽ ഖമനി ദിറസ് മെൽഖനാഥര. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ശത്രു നോക്കി വെല്ലുവിളിക്കുന്ന മേഖലകളിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ചെയ്യുന്നു. മീകാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഒരു ദൈവിക വിടുതൽ കാണപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ഇങ്ങനെ വിളിച്ചു, എൻ്റെ ശത്രുവായുള്ള എന്നെ ചൊല്ലി സന്തോഷിക്കുന്ന വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവപ്രവൃത്തി കാണുമെന്ന്? ഹല്ലേലൂയ. നോക്കി ശത്രുവിനെ നോക്കി പറയുകയാണ്, നീ ഇനിയും ചൊല്ലി സന്തോഷിക്കരുത്, ഞാൻ കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ചിലവരാരൊക്കെയോ ഏതൊക്കെയോ വിഷയത്തിനകത്ത് കാത്തിരിക്കുന്നുണ്ട്. നീ കാത്തിരിക്കുന്ന വിഷയത്തെ കണ്ടിട്ട് വിടുതൽ കണ്ടിട്ട് ശത്രുവായവളെ നോക്കി പറയണം, നീ ഇനി സന്തോഷിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ കൂടാരത്തിനകത്തൊരു ചിരി വെളിപ്പെടുത്തത്തില്ലെന്ന് പിശാച് 25 വർഷക്കാലം വെല്ലുവിളിക്കപ്പെടുവാനിടയായി. എന്നാൽ 25 വർഷം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ ശത്രുവിന്റെ മുൻപാകെ എന്നും അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ഒരു ചിരി വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായെങ്കിൽ ഇന്ന് പകല് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് ദുഃഖത്തെ മാറ്റി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. വേദനകളെ മാറ്റി നിന്റെ കൂടാരത്തിനകത്ത് ഒരു സന്തോഷത്തെ വെളിപ്പെടുത്തുവാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഈ ഓൺലൈനിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായി ബോധ്യം എൻ്റെ ദൈവം എനിക്ക് എൻ്റെ അകത്തളങ്ങളിൽ തരുന്നു.
ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ജീവിതത്തിന്മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ക്ഷമയോട് കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്ന നീ ദൈവസന്നിധിയിലാണ്. ഹല്ലേലൂയ. കാത്തിരിപ്പാൻ ആ കഴുകൻ കാത്തിരിക്കപ്പെടുവാൻ തയ്യാറായപ്പോൾ ആ തലത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് കയറപ്പെടുവാൻ ഇടയായതുപോലെ തന്നെ ദൈവാത്മാവ് ചിലരെ ആ നിലവാരത്തിലേക്ക് കയറ്റപ്പെടുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പങ്കുവെക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവം ഒരു നിയോഗം 2023 ഡിസംബർ മാസം 25 ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്. ചില നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കപ്പെടണമെന്ന്. ചില നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കപ്പെടണം. അതിൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ടൈമിംഗ് തരപ്പെടുവാനിടയായി. ആ സമയം 2023 ഡിസംബർ മാസം 25 മുതൽ ഇന്ന് ഈ പകൽ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ ആ ഉപവാസം ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് പോകപ്പെടുവാൻ തയ്യാറായപ്പോൾ ഇന്നലകളിൽ എന്നോട് ദൈവം പറഞ്ഞ വിഷയത്തെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഓരോ വിഷയത്തിനകത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണപ്പെടുവാൻ തയ്യാറായി. മനുഷ്യൻ പലതും പറയും, ഇങ്ങനെ ഉപവസിക്കണോ, ഇങ്ങനെ പ്രാർത്ഥിക്കണോ, ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും, ഇങ്ങനെ ഉപവസിച്ചാലേ കേൾക്കും. മനുഷ്യന് പലതും നമ്മളോട് പറയപ്പെടുവാനിടയാകും. ദൈവം നിന്നോട് എന്ത് ഇൻഫർമേഷൻ നിന്നോട് പറഞ്ഞോ അതിനനുസരിച്ച് നാം ചൂടുവെക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നമ്മളോട് ഇന്നലകളിൽ പറഞ്ഞ് കാത്തിരിക്കാൻ പറഞ്ഞ വിഷയത്തിനകത്ത് ഓരോന്നായി ദൈവം പ്രവർത്തിപ്പാനിടയാകും. ഇന്നലെ രാത്രിയിലും ഞാനത് കാണപ്പെടുവാനിടയായി. എന്നോട് ദൈവം പറഞ്ഞ ഓരോ വിഷയത്തിനകത്ത് നാം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കാത്തിരിക്കുവാനും തയ്യാറാകുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി ആഴമായി വെളിപ്പെടുന്നത്. ഇന്നലകളിൽ നോക്കി ചിരിച്ച, ഇന്നലകളിൽ നോക്കി പരിഹസിച്ച ശത്രുവിന്റെ മുമ്പാകെ നോക്കിക്കൊണ്ട് പറയപ്പെടുവാനിടയായി, ഇനി നീ ചിരിക്കണ്ട, എൻ്റെ ദൈവം അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് പറയപ്പെടുവാൻ ഇടയാകും? ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിലേക്ക് പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ. 1, ഞാൻ ദൈവത്തിലേക്ക് നോക്കും. പ്രൈസ് ദി ലോർഡ്. 2, ഞാൻ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ കാത്തിരിക്കണം? ദീർഘക്ഷമയോട് കാത്തിരിക്കണം. ആരുടെ സന്നിധിയിലാണ് കാത്തിരിക്കുന്നത്? കാത്തിരിക്കാൻ പറഞ്ഞവന്റെ സന്നിധിയിലാണ് നാം കാത്തിരിക്കുന്നത്. അല്ല, എങ്ങനെ കാത്തിരിക്കണം? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് കാത്തിരിക്കണം. എങ്ങനെ? ദൈവത്തിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. ഏകവേരത്തിന് തയ്യാറാണ്? എന്നോടൊപ്പം നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കൂടാരത്തിന് നിങ്ങളുടെ തലമുറകൾ പിന്മാറിപ്പോയിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ പിന്മാറിപ്പോയിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയത്തിന് ഏതെല്ലാം വിഷയം ഇറങ്ങിപ്പോയിട്ടുണ്ടോ? നിങ്ങൾ അതിനെ കണ്ട് ഭാരപ്പെടേണ്ട. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിൽ നിന്നൊരു ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുവാനിടയാകും. അവസാന വാക്ക്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എൻ്റെ എത്ര ഹല്ലേലൂയ. ഞാൻ ധൈര്യത്തോട് പറയണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ദൈവം എൻ്റെ, ഇന്ന് പകൽ ശത്രുവിനെ നോക്കിക്കൊണ്ട് പറയാം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഒരു മനുഷ്യൻ നിലവിളിക്കുന്നു, ദാവീദിന്റെ പുത്രാ, എന്നോട് കരുണ തോന്നുമാറാകണമേ, എന്നോട് കരുണ തോന്നുമാറാകണം. തടസ്സങ്ങൾ കൂടുതൽ കടന്നു വരപ്പെടുവാനിടയായി. അവിടെ ഇങ്ങനെ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഏറ്റവും അധികം നിലവിളിച്ചപ്പോൾ അല്ലെങ്കിൽ അവന്റെ പ്രാർത്ഥന കേട്ടൊരുവൻ പ്രവർത്തിക്കപ്പെടുവാൻ. നിങ്ങൾ ഇന്ന് പകൽ ഉറപ്പാണോ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എന്ത് ചെയ്യുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ പറഞ്ഞ ആ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ നിലവിളിച്ചപ്പോൾ ആ നിലവിളി ദൈവം കേട്ടു. നേരിട്ടുണ്ട്. ദൈവം നിന്നു, വിളിച്ചു, ധൈര്യപ്പെടുത്തി, എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കുക. നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. ദൈവം നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാഴും ശൂന്യമായിരുന്നിടത്ത് വെള്ളത്തിൻ്റെ മീതെ ദൈവാത്മാവ് നിന്നു പ്രവർത്തിച്ചപ്പോൾ ഭൂമണ്ഡലത്തിലുള്ള പാഴുകൾ, ശൂന്യതകൾ, ഇരുളുകൾ മാറപ്പെടുവാനിടയായെങ്കിൽ നിന്ന് ഉറയ്ക്കുക. ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ അവൻ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ സംഭവിക്കപ്പെടുവാനിടയാ. 1, നിന്റെ പാഴ് മാറും. 2, നിന്റെ ശൂന്യത മാറും. 3, നിന്റെ ഇരുളും മാറും.
മാറും. ഈ 3 കാര്യങ്ങൾ തിമായിയുടെ മകനായ ബർത്തിമായിയുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുവാനിടയാ. ദൈവം അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ നിലവിളി കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നാളുകളായി നിന്ന ശൂന്യതകൾ, നാളുകളായി നിന്ന ഇരുളുകൾ, നാളുകളായി നിന്ന പാഴായി ആ എരിഹോവിൽ അവനെ ഇരുത്തിയ തലങ്ങൾക്ക് മാറ്റം വരുത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം അവന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായത് അവൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിക്കപ്പെടാൻ പോയി. വിശ്വസിക്കുന്നവരാരൊക്കെയുണ്ട്? അവർ ആമീൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളുടെ മുഖമൊന്നും എനിക്ക് കാണപ്പെടുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ട് നിങ്ങളുടെ നിലവിളിയെ കേട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം പറയണം, ഞാൻ നിൽക്കാൻ പോകുക. എന്തിനാണല്ലോ? നാളുകളായി നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പാഴുകൾ, നീ നാളുകളായി അഭിമുഖീകരിച്ചുകൊണ്ട് ശൂന്യതകൾ, നാളുകളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ കരുതി വരത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. നാളുകളായി അവൻ അന്ധനാണ്, നാളുകളായി അവന് ഹല്ലേലൂയ ശൂന്യതയുടെ ഒരു അനുഭവത്തിലാണ്, ഹല്ലേലൂയ ഒരു ഇരുളിന്റെ അനുഭവത്തിലാണ്. അവനെ മാറ്റുവാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ചിലരുടെ പ്രാർത്ഥന അസാധാരണമായ ദൈവീയ കരങ്ങൾ ചലിക്കപ്പെടാൻ പോകുന്ന ദൈവാത്മാവ് ഈ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, ഈ ഓൺലൈനിൽ കൂടി ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്നു, അവൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് നിന്നു, അവനെ വിളിച്ചു, അവനെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പ്രഭു അവൻ നിൽക്കുവാനിടയാകും, അവൻ വിളിക്കുവാനിടയാപ്പെടുവാനും അവനെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുവാനിടയാകും. ഈ ദിവസങ്ങളിൽ ചിലരെ ദൈവാത്മാവ് അങ്ങനെ ചെയ്യപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? ആമീൻ പറഞ്ഞാട്ട് എന്നോടൊപ്പം നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന കേട്ട അസാധാരണമായ ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഒന്നുകൂടെ വാക്യം വായിക്കും. ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നിട്ട് ഉറപ്പിൽ നിന്നിട്ട് പറയുകയാണ്, തിരിഞ്ഞുകൊണ്ട് പറയാണ്, ശത്രുവായവളെ എന്നെ ചൊല്ലി നീ സന്തോഷിക്കണേ, വീണ്ടുമെങ്കിലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ട് ബലപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തെ മുഖത്തേക്ക് നോക്കി കാത്തിരുന്നു കൊണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി നിന്നെ വിളിച്ച് ധൈര്യപ്പെടുത്തി നിന്നെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഒരുങ്ങാം. സർവശക്തനായ ദൈവം ഈ പ്രബോധന വാക്യത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.